ആ എത്ര? 50 രൂപ. ചേട്ടായിക്ക് അറിയാൻ മേല കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ചേട്ടായി മോളെ കെട്ടിക്കണ്ടേ? ചേട്ടായിക്ക് അറിയാലോ, ഞങ്ങൾ ഇപ്പോഴും വാടക വീട്ടിലാണ്. ആ കേസ് ഞാൻ പിൻവലിച്ചോളാമെന്ന് പറയണ്ടേ വക്കീലേ? ഈടാ പാപ്പി, നീ കേസ് നടത്തി ഞാൻ അണ്ണാക്കി കയറ്റിക്കളെന്നുള്ള പേടിയൊന്നും എനിക്കില്ല. അപ്പം എനിക്കും നിനക്കും തന്നു ഒരുപോലെയാ. പിന്നെ നിനക്ക് കിട്ടിയ സ്ഥലം, അതും വീടും നീ ആയ കാലത്ത് ചീട്ട് കളിച്ചും കള്ളു കുടിച്ചും തൊലച്ചില്ലേടാ. ഞാൻ എല്ലു മുറിയാ പണിതെടുത്ത് ഉണ്ടാക്കിയ മുതലാ. അതിന് പുറകെ നീ വരണ്ട, ഞാൻ ഒട്ടും തരുകയില്ല. കേട്ടോ കേട്ടോ വക്കീലേ, ചേട്ടായി പറയുന്ന ന്യായം കേട്ടോ. ഇതിലിപ്പം ഞാൻ എന്നാ പറയാനാ പാപ്പി? വക്കീൽ കൂടുതലൊന്നും പറയണ്ട, ന്യായത്തിൻ്റെ കൂടെ നിന്നേച്ചാ മതി. അതെന്തായാലും നിൽക്കുമല്ലോ. എന്റെ കയ്യിൽ നിന്ന് 10 പൈസ കിട്ടുകയില്ല. പോയി പോ. ചുമ്മാതല്ലോ. ഔസേപ്പെട്ടു, വഴക്കും വക്കാണൊക്കെ കള. ആടിച്ചിട്ട് ബുദ്ധിമുട്ടില്ല. സോണിക്കൊച്ചിന്റെ കാര്യല്ലേ, അതൊക്കെ അങ്ങ് നടന്നോളൂ. മരത്തിന്റെ അപ്പുറത്തേക്ക് 1.5 മീറ്റർ. രണ്ടാമത്തെ മരം. ശരി സാർ. ജോഷി, മരം, രണ്ടാമത്തെ മരം. സാറേ ഇതൊന്ന് നോക്കി. അടുത്ത പോയിന്റ് വെച്ചോ, ഞാൻ അതേ വരുന്നേ. എൻ്റെ വർഗീസ് എന്നെ നേരിട്ട് കണ്ടിട്ട് ഒരു കാര്യമില്ലെന്ന് ഞാൻ ഫോണിൽ കൂടെ പറഞ്ഞതല്ലേ? അല്ല സാറേ, ഈ കുളം കുത്താനുള്ള പെർമിഷൻ എടുത്തിട്ട് ആ ജോയി അവിടെ പാറ പൊട്ടിച്ച് വിറ്റോണ്ടിരിക്കുന്നത്. എന്തായാലും അയാളുടെ ലൈസൻസിലല്ലേ പ്രവർത്തിക്കുന്നത്, അതെനിക്കെങ്ങനെ തടയാൻ പറ്റും? അല്ല അല്ല സാറേ, ഈ അത് കുളം കുത്താൻ ലൈസൻസ് അല്ലേ, അല്ലാതെ പാറ പൊട്ടിച്ച് വിൽക്കാനുള്ളതല്ലല്ലോ. പാറ പൊട്ടിച്ചാലേ കൊളാവുകോളെന്ന് അയാൾ പറഞ്ഞ് എനിക്കെന്ത് ചെയ്യാൻ പറ്റും? നിയമമല്ലേ സാറേ. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ. ഞാൻ നോക്കിയിട്ട് നിങ്ങൾ പോയി കളക്ടറെ ഒന്ന് കണ്ടു നോക്കും, എന്നിട്ട് എന്തെങ്കിലും ഒരു പരാതി കൊടുക്കും. അതല്ലാണ്ട് ഇത് എന്നെക്കൊണ്ട് കൂട്ടിയ കൂട്ടുന്ന കാര്യമല്ല, അതുകൊണ്ടാണ്. മേരി ചേച്ചി, വർഗീസേട്ടൻ എന്തിയെ? വർഗീസേട്ടൻ മോളിലുണ്ട്. ആണോ? നീ ചെല്ല്. നിന്റെ അപ്പനെ തേടി അപ്പുറത്ത്. ഈ മഴയത്ത് വണ്ടി എടുക്കുന്നേ. അപ്പടി തെളിയാന്ന്. അല്ല, എന്നായി പോയാലും? ഓ, അത് നടപടിയാണെന്ന് തോന്നുന്നില്ല. കോറി പൂട്ടിക്കാൻ 100,000 നൂലാമലകളാണെന്നാണ് നിന്റെ ചേട്ടച്ചാര് പറയുന്നത്. കയ്യില് കനത്തിലൊന്നും കരുതിയല്ല പോയത്, അതുകൊണ്ടായിരിക്കും. ആ നാറിയുടെ കോറി പൂട്ടിച്ചിട്ട് വേണം മനസമാധാനമായിട്ട് 2 അടിക്കാൻ. ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാന്ന് പറഞ്ഞാ, എന്നതാണേലും ഇറങ്ങി തിരിച്ചില്ലേ, പൂട്ടിച്ചിട്ട് തന്നെ കാര്യം. അതിപ്പം സുപ്രീം കോടതി വരെ പോയിട്ടാണേലും വേണ്ടുകയില്ല, അല്ലാതെ പൂട്ടിച്ചിരിക്കും. ഇല്ല, അവരെൻ്റെ കൂടെ ഉണ്ടെന്നേ, ഞാൻ അവരോട് പറയാം. ഞാൻ ശരിയായിക്കോളാം. ഞാൻ പറഞ്ഞോളാം അറിയട്ടാ. ഞാൻ പറയാം സാറേ. മാക്സിമം ഒരു 2 മാസത്തേന് നമുക്ക് ഈ കച്ചവടം എങ്ങനെയെങ്കിലും ഹോൾഡ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ നമ്മൾ അഡ്വാൻസ് കൊടുത്ത പൈസ പോകും. എന്നാ നീ അടിയും മേടിക്കും, പറഞ്ഞേക്കാം. എൻ്റെ പൊന്ന് സാറേ, നിങ്ങൾ എന്നെ ഇതിൽ പിടിച്ചിടരുത്. നിങ്ങളും ആ നായരും തമ്മിലാണ് ഇടപാട്. അറിയാം സതീശ, ഞങ്ങളുടെ ഫാമിലി കുറച്ച് ഫണ്ട് ബ്ലോക്കായി കിടപ്പുണ്ട്, അതൊന്നും വന്നാൽ തീർന്നു. ആ ഡിലേ ഉടനെ വഴിയിരിക്കണം, അല്ലെങ്കിൽ നിന്റെയൊക്കെ വീടിന്റെ ചോരന്റെ മുകളിൽ ഈ ഞാൻ തന്നെ ഒന്ന് ജപ്തിനൊട്ടി സൊട്ടിക്കേണ്ടി വരും. ചേട്ടായി, ഞാൻ അപ്പോഴേ പറഞ്ഞ കേട്ടോ വിളിക്കണ്ടെന്ന്. പൊന്ന് സാറേ, കുറച്ചു നേരം ഒന്നും മിണ്ടായിരിക്കോ? മനുഷ്യനിവിടെ മുള്ള നിൽക്കുക. അതിൽ വലിയ മുള്ള എൻ്റെ ആലയില്, മനസ്സിലായോ? നിന്റെയൊക്കെ അപ്പം വിചാരിച്ച ഈ പ്രശ്നം പുഷ്പം പോലെ പരിഹരിക്കാവുന്നേ ഉള്ളൂ. നിന്റെ അപ്പന് എന്തപ്പനാടാ? കുറച്ചുകൂടെ ക്ഷമിച്ചേ പറ്റത്തുള്ളൂ.
അതിനുള്ളിൽ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. ആ പരിഹരിച്ചാണെന്ന്. അതെ, ഇന്നിവിടെ എന്നതൊക്കെ സംഭവിച്ചാലും ശരി, അവന്റെ ഒരൊറ്റ ലോറി പോലും ഇതിലെ കടന്നു പോകാൻ നമ്മൾ സമ്മതിക്കത്തില്ല. ഇന്നിതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നമ്മളൊക്കെ ഇവിടുന്ന് പിരിഞ്ഞു പോകത്തുള്ളൂ. മനസ്സിലായല്ലോ? വരുന്നുണ്ട്. എന്താ വർഗീസ്, എന്താ പ്രശ്നം? ജോയി, ഈ പാറ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നീയൊക്കെ പറയുമ്പോ പൊട്ടിക്കാനും പൊട്ടിക്കാതിരിക്കാനും പാറമട നിന്റെ തന്തയുടെ വകയല്ല. ആരുടെ തന്തരവകയാണ് നമുക്ക് നോക്കാം. നമുക്ക് കാണാം. കാണാം. തൊഴിൽ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ പണി തുടങ്ങിയിട്ട് കുറേ കാലമായി. പ്രശ്നം എന്താ? സാർ ഞാൻ നിയമം തെറ്റിച്ചൊന്നും ചെയ്യുന്നില്ല. ഇവന്മാർ വെറുതെ കയറി ഉണ്ടാക്കുക. സാർ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേ. വണ്ടി എടുത്തേ. മാറി അതിനാ പരിപാടി സാറേ. സാർ ഇപ്പോൾ ഒരു തീരുമാനം ഉണ്ടാക്കുക. നിയമം നോക്കാൻ ഇവിടെ പോലീസുണ്ട്. മാറിക്കടാ ചേട്ടായി. അവിടെ നിന്നെല്ലാം മേടിച്ചിട്ടുണ്ടെങ്കിലേ അതിനുള്ള കൂറ അവിടെ കാണിച്ചാൽ മതി. വെറുതെ എനിക്ക് പണി ഉണ്ടാക്കില്ല. വണ്ടി എടുത്ത് പോ. മാറി നിൽക്കണം അങ്ങോട്ട്. വണ്ടി എടുത്തോ. മാറി നിൽക്കണം അങ്ങോട്ട്. വണ്ടി എടുത്തോ. പോട്ടെ. ഇനി നിനക്ക് എന്നാത്തിൻ്റെ കേടാണ്? നീ കുറെ പഠിച്ചതല്ലേ? നാട്ടുകാരെ പരിപോഷിപ്പിക്കാൻ നിൽക്കാതെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ നോക്കും. പിന്നെ ചേട്ടന്മാരാകുമ്പോൾ അനിയന്മാരെ തല്ലിന്നൊക്കെ ഇരിക്കും. അത് നന്നാൻ വേണ്ടിയിട്ട്. അടുത്ത ജംഗ്ഷനാകുമ്പോൾ ഒന്ന് ചവിട്ട്. പിന്നെ ഇറക്കി വിടാം. ഇറങ്ങിക്കോട്ടെ.